ഗുർമേഹർ കൗർ മോഡൽ RSS ആക്രമണം അസം സംഗീതജ്ഞനെതിരെയും അസം സംഗീതജ്ഞനായ ഡാനിയൽ ലെങ്താസയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണമാണ് നടക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ അച്ഛനെ കൊന്ന പഴയ ഭീകരർ ഇപ്പോൾ BJP നേതാക്കളായതിനെതിരെ ഡാനിയൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഡാനിയലിനെതിരെ സംഘപരിവാർ രംഗത്തെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങളിലേക്ക്. സൗമ്യ, ആസാമിലെ അറിയപ്പെടുന്ന യുവ ഡാനിയൽ ലെങ്താസ ഇക്കഴിഞ്ഞ 27-ാം തീയതി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു 13 പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള കുറച്ച് പോസ്റ്റുകൾ, ഫോട്ടോകൾ ലെങ്താസ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ആസാമിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു. പ്രധാനമായും ലെങ്താസയുടെ അച്ഛനെ 2007-ലാണ് ഒരുപറ്റം തീവ്രവാദികൾ ആസാമിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നത്. അതിനെക്കുറിച്ചായിരുന്നു പരാമർശം. എൻ്റെ അച്ഛൻ തീവ്രവാദികളാൽ വെടിവെച്ച് കൊല്ലപ്പെട്ടു, പക്ഷേ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി വേണമെന്നോ സാമ്പത്തിക സഹായം വേണമെന്നോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ആ കൊലപ്പെടുത്തിയ തീവ്രവാദികൾ കീഴടങ്ങിയപ്പോൾ കോടിക്കണക്കിന് രൂപ സർക്കാർ അവർക്ക് പാരിതോഷികമായി നൽകി. ആ തുക കൊണ്ട് അവർ തങ്ങളുടെ രാഷ്ട്രീയ ലോകം കെട്ടിപ്പടുത്തു. ഇപ്പോൾ വളരെ ആശ്ചര്യം എന്ന് പറയട്ടെ, BJPയുടെ സ്വന്തം ജില്ലയിലെ നേതാക്കളാണ് അവർ. ആസാം BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇപ്പോൾ ആ ജില്ല ഭരിക്കുന്നത് ഈ തീവ്രവാദികളാണ് എന്നും വേദനയോടുകൂടി ലെങ്താസ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതിനുശേഷം വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് ഈ ഡാനിയൽ ലെങ്താസയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ ആക്രമണം നടത്തുന്നത്. ഇപ്പോഴും ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നിന്ദ്യമായ ഭാഷയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. നമുക്കറിയാം, ദില്ലിയിൽ കാർഗിൽ രക്തസാക്ഷിയുടെ മകൾ ഗുർമേഹർ കവറിനെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ അതേ സംഘപരിവാർ തന്നെയാണ് ഇപ്പോൾ ലെങ്താസയ്ക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത്. ലെങ്താസ അതിനെതിരെയും പ്രതികരിക്കുന്നുണ്ട്. എൻ്റെ പോസ്റ്റ് വന്ന് തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നത് ഇപ്പോൾ BJP നേതാക്കൾക്കെതിരെ പറയാൻ താൻ ഭയപ്പെടുന്നു, കാരണം അവർ അത്രയേറെ ശക്തരാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും രാജ്യത്താകമാനം, ഡൽഹി വിട്ടു ഇപ്പോൾ ആസാമിലെത്തിയിരിക്കുന്നു, രാജ്യത്താകമാനം സംഘപരിവാർ സംഘടനകൾ വളരെ ആസൂത്രിതമായി ഫേസ്ബുക്കിലൂടെ തങ്ങളെ വിമർശിക്കുന്നവർക്കെതിരെ അതിക്രമം നടത്തുന്നത് തുടരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും സന്തോഷിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഡാനിയൽ ലെങ്താസയുടെ പോസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം വളരെ വേഗം തന്നെ തിരിച്ചെത്താം. हागरामा भी तो है टेररिस्ट, मुइवा भी तो है टेररिस्ट. आप आया आसाम and Nagaland and sat and chat with those terrorists. So why don't you go to Kashmir and try to talk with the terrorist? मेरा बाप को भी मारा एक terrorist. Now they are in your party preaching politics. बंद करो हिपोक्रेसी. ABVP क्या है जी? Assaulting bullies, vandalizing properties, self-imposed Indian moral police, potential rapists, government gundas. ഡാനിയൽ ലെങ്താസയുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്ററാണ് ഇപ്പോൾ കണ്ടത്. വീണ്ടും സന്തോഷ് സർലിംഗിലേക്ക് തന്നെ പോകുന്നു. സന്തോഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഗുർമേഹർ കവറിന് എതിരെയുണ്ടായ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം ദില്ലി വിട്ടു പോകേണ്ട ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായത്. എങ്കിൽ പോലും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നതായി കാണുന്നില്ല. മാത്രമല്ല, കിരൺ റിജിജുവിനെ പോലെയുള്ള അവരുടെ ഭാഗത്ത് നിന്ന് വളരെ നിന്ദ്യമായ ഭാഷയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു.
സോമി 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ആ വർഷം നാം കണ്ടതാണ് സംഘപരിവാർ സംഘടനകളുടെ അസഹിഷ്ണുത. അന്ന് സാഹിത്യകാരന്മാർക്ക് ജീവൻ വെടിയേണ്ടി വന്നു. സാഹിത്യകാരന്മാർ ഒന്നടങ്കം ഡൽഹിയിലെ തെരുവുകളിൽ ഈ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ രംഗത്തിറങ്ങി. പിന്നെ അടുത്ത വർഷമൊക്കെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്നതാണ് കണ്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യം ജനുവരിയിൽ കണ്ടിരുന്നു കനയ്യകുമാറിനെ അടക്കം JNUവിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴാകട്ടെ രക്തസാക്ഷികളുടെ മക്കൾ വരെ ഈ സംഘപരിവാർ സംഘടനകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും ഇത് വ്യാപിക്കുന്നു. അത്രയേറെ രീതിയിൽ രൂക്ഷമായ രീതിയിലാണ് സംഘപരിവാർ സംഘടനകൾ ജനങ്ങളോട് പ്രതികരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനം. ഈ ഗുർമോഹർ കൗറിന്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു പറയാം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജു ആണ് ഗുർമേഹർ കൗറിനെതിരെ രംഗത്തെത്തിയത്. അതത്ര ചെറുതല്ല. ഈ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് കിരൺ റിജു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനമായ ആസാമിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന് ഇപ്പോൾ ഡാനിയൽ ലെങ്താസയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമായിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടെങ്കിൽ പോലും ലെങ്താസ ഇപ്പോഴും വെളിപ്പെടുത്തുന്നത് താൻ ഭയപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ എങ്ങനെയായിരിക്കും സംഘപരിവാർ സംഘടനകളുടെ ഇനിയുള്ള പ്രവർത്തനം എന്നറിയാനില്ല. ഗുർമോഹറിനെതിരെ ഭീഷണി മുഴക്കിയവർ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ആക്രമിച്ച ABP പ്രവർത്തകരെ ദിവസങ്ങൾക്ക് ശേഷം, ഇന്നലെ കുട്ടികളും അധ്യാപകരും തെരുവിലിറങ്ങിയതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. ഈ ലെങ്താസയ്ക്കെതിരെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയവർക്കെതിരെ ഏതെങ്കിലും ഒരു നടപടി അസം സർക്കാരോ പോലീസോ ഇതുവരെ എടുത്തിട്ടുമില്ല. സോമി, തീർച്ചയായിട്ടും ഇപ്പോൾ രാജ്യത്താകെ ഉണ്ടാകുന്ന ഈ ABVP അസഹിഷ്ണുതയ്ക്ക് എതിരെ ഉണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങളെയൊക്കെ എങ്ങനെയാണ് സർലിംഗ് ഈ അവസരത്തിൽ നോക്കി കാണേണ്ടത്? ഇതൊരു ചെറിയ വിഷയമായി എടുക്കേണ്ടതല്ല. ഇതൊരു വ്യാപിക്കുന്ന വിഷയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആന്ധ്രയിൽ ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായി. അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും, ഡൽഹിയിൽ അത് വളരെയേറെ രൂക്ഷമാണ്. ഓരോ സംസ്ഥാന സർക്കാരുകളെ അടിച്ചമർത്തുന്നതായും ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ എത്തിയിരിക്കുന്നു സംഘപരിവാർ സംഘടനകളുടെ ഈ ഭീഷണിയുടെ സ്വരം. അവിടെ ഒരു ഗായകൻ നേരിടുന്ന ഒരു ഭീഷണി, പല സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഭീഷണി. നോർത്ത് ഈസ്റ്റേൺ കൺട്രികളുടെ അവസ്ഥ വളരെ ശോചനീയം. കാരണം തീവ്രവാദികൾ, അവിടുത്തെ വിഘടനവാദികൾ, അടക്കമുള്ള തീവ്രവാദികൾ നടത്തുന്ന അതിക്രമം, അവരിൽ നിന്നും സംസ്ഥാന സർക്കാരാണ് ഒരു പരിധിവരെയെങ്കിലും ജനങ്ങളെ രക്ഷിക്കേണ്ടത്. എന്നാൽ ആ സർക്കാരിനെയാണ് തങ്ങൾ ഭയപ്പെടുന്നതെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഡാനിയൽ ലെങ്താസയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു തീവ്രവാദിയാൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിന് പോലും സുരക്ഷയൊരുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. എന്തായാലും ഇത് രാജ്യത്തിന് മുഴുവനുള്ളതാണ്. വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ തുറന്ന് വ്യക്തമായി തന്നെ വരും എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ കഴിയും. തീർച്ചയായിട്ടും സർലിംഗിലേക്ക് തന്നെ തിരികെ എത്താം. ഡാനിയൽ ലെങ്താസയുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി പോയതിനു ശേഷം बंद करो हिपोक्रेसी ABVP हागरामा भी तो है टेररिस्ट, मुइवा भी तो है टेररिस्ट. आप आया आसाम and Nagaland and sat and chat with those terrorists. So why don't you go to Kashmir and try to talk with the terrorist? मेरा बाप को भी मारा एक terrorist. Now they are in your party preaching politics. बंद करो hypocrisy. ABVP क्या है जी? Assaulting bullies, vandalizing properties, self-imposed Indian moral police, potential rapists, government gundas. ഗുർമേഹർ കൗർ മോഡൽ RSS ആക്രമണം, അസം സംഗീതജ്ഞനെതിരെയും അസം സംഗീതജ്ഞനായ ഡാനിയൽ ലെങ്താസയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണമാണ് നടക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ അച്ഛനെ കൊന്ന പഴയ ഭീകരർ ഇപ്പോൾ BJP നേതാക്കളായതിനെതിരെ ഡാനിയൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഡാനിയലിനെതിരെ സംഘപരിവാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും സന്തോഷ് സർലിംഗിലേക്ക് തന്നെ പോകുന്നു. സർലിംഗ്, ഇത്തരത്തിൽ
ഡാനിയൽ ലെങ്താസയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റ് വൈറലാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് സംഘടിതമായ ഒരു ആക്രമണമാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് എങ്കിൽ തന്നെയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? സോമി 28-ാം തീയതിയാണ് ഡാനിയൽ ലെങ്താസ ഇങ്ങനെ പാട്ടിലൂടെയും 13 പ്ലക്കാർഡുകൾ ഉയർത്തിയ ഫോട്ടോയിലൂടെയും ഈ സംഭവം പുറം ലോകത്ത് എത്തിച്ചത്, പ്രതികരിച്ചത്. അതിനുശേഷം ഇത്രയും ദിവസമായി ഇതുവരെ അദ്ദേഹം നേരിട്ട ഭീഷണികൾക്ക് കണക്കില്ല. അതക്കാര്യം നമുക്ക് ഡാനിയൽ ലെങ്താസയുടെ ഫേസ്ബുക്കിലൂടെ പോകുമ്പോൾ അറിയാൻ കഴിയും. ഗുർമേഹർ കൗറിനെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയവർ ഡാനിയലിനെ കൊലപ്പെടുത്തും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ താൻ അത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ല എന്ന് പറയുന്നു. കൊലപ്പെടുത്തുമെന്ന് ഇത്ര പരസ്യമായി പറയുന്നവരുടെ ഫേസ്ബുക്ക് പേജൊക്കെ വ്യക്തമാണ് അതിൽ. പക്ഷേ ഇതുവരെ ഇത്രയും ദിവസമായി 5 ദിവസമാകുന്നു, ഇതുവരെ ആസാം സർക്കാർ 3 ദിവസമാകുന്നു, ആസാം സർക്കാരോ പോലീസുമോ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഫേസ്ബുക്ക് ഇത്രയേറെ വ്യാപകമായി പ്രചരിക്കുമ്പോഴും തികഞ്ഞ മൗനത്തിലാണ് ആസാം. കഴിഞ്ഞ വർഷമാണ് ആസാമിൽ സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയത്. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു. ഈ കോൺഗ്രസിനെ പോലും ഇദ്ദേഹം ഡാനിയൽ ലെങ്താസ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാതിരുന്നിട്ടില്ല, വിമർശിക്കുക തന്നെ ചെയ്യുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഭീഷണി, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഭീഷണികൾ ഉണ്ടാകുന്നില്ല എന്നതിന് പകരം ഏറ്റവും കൂടുതൽ ഭീഷണി നൽകുന്നത് ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന സംഘപരിവാർ സംഘടനകൾ തന്നെയാണ് എന്നതാണ് പ്രധാനം. അതുകൊണ്ടായിരിക്കാം ആസാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ആസാം പോലീസിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം ഉണ്ടാകാത്തത്, നടപടി ഉണ്ടാകാത്തത്. ഈ ഗുർമേഹറിനെതിരെ നടപടിയെടുത്തത് തന്നെ ഇന്നലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തെരുവിലിറങ്ങിയതിനെ തുടർന്നാണ്. കനത്ത പ്രക്ഷോഭമുണ്ടായി. ഇടതു പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. സീതാറാം യെച്ചൂരി, D. രാജ അടക്കമുള്ളവർ രംഗത്തെത്തി ഈ വിഷയം പാർലമെന്റിൽ അറിയിക്കുമെന്ന് ഭീഷണി മുഴക്കി. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി 2 ABVP വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസ് തടിതപ്പിയത്. എന്നാൽ അങ്ങനെ പോലും ഡാനിയൽ ലെങ്താസയുടെ കാര്യത്തിൽ നടക്കുന്നില്ല എന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അവിടെയും രാഷ്ട്രീയ പ്രക്ഷോഭം രൂക്ഷമാകും എന്ന് വ്യക്തമാണ്. കാരണം ഇത് അങ്ങനെ ഒറ്റപ്പെട്ടൊരു സംഭവമായി കാണാൻ നേതാക്കൾക്ക് കഴിയില്ല. സീതാറാം യെച്ചൂരി ഇന്നലെ ചൂണ്ടിക്കാണിച്ചതുപോലെയാണെങ്കിൽ ഇത് പാർലമെന്റിൽ വലിയ പ്രക്ഷോഭമായി തന്നെ മാറും. 9-ാം തീയതി പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ 2ാം സെക്ഷൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉയർത്തും എന്ന് തന്നെയാണ് സീതാറാം യെച്ചൂരി അറിയിച്ചിരിക്കുന്നത്. ആസാമിലെ അവസ്ഥ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തീവ്രവാദ, ആസാം അടക്കമുള്ള നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ തീവ്രവാദ ആക്രമണം വളരെ രൂക്ഷമാണ്. ഇവരെ സംരക്ഷിക്കേണ്ട, അവർ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു കടമ അവിടുത്തെ സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൽ വീഴ്ച പതിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ തീവ്രവാദികൾ തന്നെ BJPയിൽ നേതാക്കളായി മാറിയിരിക്കുന്നു. ലെങ്താസയുടെ 13 കാർഡുകളിൽ 7-ാമത്തെ കാർഡിലാണ്, 7-ാമത്തെ കാർഡ് ഉയർത്തി കാണിച്ചുള്ള ഫോട്ടോയിലാണ് അദ്ദേഹം പറയുന്നത് ഈ താൻ ഭയപ്പെട്ടിരുന്ന തീവ്രവാദികൾ ഗവൺമെന്റ് കൊടുത്ത സമ്പത്ത് കൊണ്ട് രാഷ്ട്രീയ അടിത്തറയുണ്ടാക്കി ഇപ്പോൾ അവർ BJPയിൽ ചേർന്നിരിക്കുന്നു. BJP അധികാരത്തിലെത്തിയ ശേഷം സ്വന്തം ജില്ല ഭരിക്കുന്നത് ഈ BJP നേതാക്കളാണ്. ഈ പഴയ തീവ്രവാദി നേതാക്കൾ ഇപ്പോൾ BJPയുടെ സംരക്ഷണയിൽ കഴിയുന്നവരാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാഭാവികമായും BJP സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഈ ഡാനിയൽ ലെങ്താസയെ വിമർശിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഭീഷണി മുഴക്കുന്നവരും അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നും BJPയുടെ ദേശീയ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് മറ്റൊരു വിഷയത്തിൽ. ഈ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ BJPയുടെ ഒരു പ്രതികരണം നാം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ആസാം എന്ന് പറയുന്നത് നമുക്ക് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജുവിന്റെ സംസ്ഥാനം കൂടിയാണ്. കിരൺ റിജു ഗുർമോഹർ കൗറിന്റെ രീതിയിൽ പ്രതികരിച്ചത് ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഈ കുട്ടിയുടെ മനസ്സ് വിഷലിപ്തമാണ് എന്നൊക്കെയായിരുന്നു കിരൺ റിജുവിന്റെ പ്രതികരണം. അങ്ങനെയുള്ള കിരൺ റിജു വരുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് നേതാക്കൾ അത്ര രീതിയിൽ സുഖകരമായ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുക. സ്വാഭാവികമായും ഡാനിയൽ ലെങ്താസയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും പ്രതികരണം നടത്തുക. ഒരു പ്രതീക്ഷയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ആസാം സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന വിമത ശബ്ദം ഉയർത്തുന്നവർക്കുണ്ടാകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഗുർമേഹർ കൗർ മോഡൽ RSS ആക്രമണം അസം സംഗീതജ്ഞനെതിരെയും അസം സംഗീതജ്ഞനായ ഡാനിയൽ ലെങ്താസയ്ക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ABVPയുടെ സംഘടിത ആക്രമണം നടക്കുന്നത്. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.